NDA സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെത്തുമ്പോൾ പരമ്പരാഗത വോട്ട് ബാങ്കുകളെ അതെങ്ങനെ ബാധിക്കുമെന്ന ആകാംക്ഷയിലാണ് LDF UDF മുന്നണികൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ഉരുക്കുകോട്ടയായ ആറ്റിങ്ങലിൽ ഡോക്ടർ A സമ്പത്തിനെ പോലെ ഒരു കരുത്തൻ കാലിടറി വീഴാൻ പ്രധാന കാരണം BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യമായിരുന്നുവല്ലോ. പാലക്കാട് നിന്ന് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിലേക്ക് എത്തുമ്പോൾ നല്ല ഒരു ത്രികോണ മത്സരം എന്ന് മാത്രമേ ഏവരും കരുതിയിരുന്നുള്ളൂ. ഈ വിധത്തിൽ മണ്ഡലത്തെയാകെ ശോഭാ സുരേന്ദ്രൻ ഇളക്കി മറിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതേയില്ല. LDFന്റെയും UDFന്റെയും ഉറച്ച വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്താൻ ശോഭയിലൂടെ അന്ന് BJPക്ക് കഴിഞ്ഞു. മണ്ഡലത്തിന്റെ ആവശ്യങ്ങളും പരിമിതികളും നേരിട്ടറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ടുള്ള വേറിട്ട പ്രചരണ ശൈലിയായിരുന്നു ശോഭാ സുരേന്ദ്രന്റേത്. ആറ്റിങ്ങലിലെ വോട്ടർമാർ രാഷ്ട്രീയം മറന്ന് ശോഭാ സുരേന്ദ്രനൊപ്പം നിന്നപ്പോൾ BJPക്ക് ചരിത്രത്തിലില്ലാത്ത വോട്ട് ഷെയറാണ് ലഭിച്ചത്. 2,48,081 വോട്ട് എന്നത് BJP കേന്ദ്രങ്ങളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. കേവലം 1 ലക്ഷം വോട്ടിൽ താഴെയാണ് അതിനു മുമ്പ് ആറ്റിങ്ങലിൽ BJP നേടിയതെന്നതും ഇതോടൊപ്പം ചേർത്ത് കാണണം. BJP 3ാം സ്ഥാനത്താണ് എത്തിയതെങ്കിലും ഇരു മുന്നണികളിൽ നിന്നും പ്രത്യേകിച്ച് CPM കേന്ദ്രങ്ങളിൽ നിന്ന് ശോഭാ സുരേന്ദ്രന് അനുകൂലമായി വോട്ട് ചോർന്നു. ഫലമോ കണക്കുകൾ തെറ്റിച്ച് സമ്പത്ത് അടിപതറി. നേട്ടം അടൂർ പ്രകാശിന് ലഭിക്കുകയും ചെയ്തു. ഇത്തവണ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എത്തുമ്പോഴും ഇടതു കേന്ദ്രങ്ങൾ ഭയക്കുന്നത് ആറ്റിങ്ങലിലെ തനി ആവർത്തനം ഇവിടെയും ഉണ്ടാകുമോ എന്നതാണ്. അസംതൃപ്ത CPM വോട്ടുകൾ തന്നെയാണ് ഇവിടെയും ശോഭാ സുരേന്ദ്രൻ ലക്ഷ്യമിടുന്നത്. CPM വിഭാഗീയത ഇനിയും കെട്ടടങ്ങാതെ തിളയ്ക്കുന്ന ഇടം കൂടിയാണ് ആലപ്പുഴ. പല സന്ദർഭങ്ങളിലും G സുധാകരനെ പോലെയുള്ള മുതിർന്ന CPM നേതാക്കളുടെ ഒളിയമ്പുകൾ എതിർചേരികൾ ആയുധമായി ഉപയോഗിക്കുന്ന ചിത്രങ്ങളും നമുക്ക് മുന്നിലുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമീപകാല ദിശാവ്യതിയാനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത എത്രയോ പ്രവർത്തകർ പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ മണ്ണിലുണ്ട്. ആ വിധം അസംതൃപ്തികളെ വ്യക്തിപരമായി എത്രത്തോളം തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ നേരിടുന്ന വെല്ലുവിളി. അതേസമയം MP എന്ന നിലയിൽ AM ആരിഫിന് മണ്ഡലത്തിലുടനീളമുള്ള സ്വീകാര്യതയെയും ജനകീയ പിന്തുണയെയും ഒട്ടും കുറച്ചു കാണാനും കഴിയില്ല. കഴിഞ്ഞ തവണ 19 മണ്ഡലങ്ങളും കൈമോശം വന്നിട്ടും ഇടതുമുന്നണിക്ക് ആശ്വാസമേകിയത് ആരിഫും ആലപ്പുഴയുമാണ്. രാഹുൽ തരംഗവും മുസ്ലിം വോട്ട് ഏകീകരണവും ഒക്കെ ഉണ്ടായിട്ടും 4,45,981 വോട്ട് നേടാൻ ആരിഫിന് കഴിഞ്ഞിരുന്നു. ആ വിധം കണക്കുകൾ നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകരും. UDFന്റെ സ്ഥാനാർത്ഥി ചിത്രം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. സാമുദായിക വീതം വയ്ക്കൽ അടക്കമുള്ള തർക്കങ്ങളിൽപ്പെട്ട് അത് നീണ്ടുപോവുകയാണ്. AA ഷുക്കൂറിന്റെയും ഷാനിമോൾ ഉസ്മാന്റെയും പേരുകളാണ് ഇവിടെ സജീവ പരിഗണനയിലുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിലെ ഷാനിമോൾ ഉസ്മാൻ 4,35,496 വോട്ടാണ് ആലപ്പുഴയിൽ നേടിയത്. NDA സ്ഥാനാർത്ഥിയായ ഡോക്ടർ KS രാധാകൃഷ്ണൻ 1,87,729 വോട്ടും സ്വന്തമാക്കി. കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ 25% വോട്ട് നേടിയത് ഒട്ടും ചെറിയ കാര്യമല്ല. ഇതിനു മുമ്പ് മത്സരിച്ച പാലക്കാട്ടും കഴക്കൂട്ടത്തുമെല്ലാം BJPയുടെ വോട്ട് ഷെയർ ഗണ്യമായി വർദ്ധിപ്പിക്കാനും ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള പതിവ് പ്രവർത്തന ശൈലിയിലൂടെ ആലപ്പുഴയിലും ശോഭയ്ക്ക് ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. അങ്ങനെ സംഭവിച്ചാൽ BJPയുടെ ദേശീയ നേതൃത്വത്തിൽ ശോഭാ സുരേന്ദ്രനുള്ള സ്വീകാര്യത ഒന്നുകൂടി വർദ്ധിക്കുമെന്നതും ഉറപ്പാണ്. എതിർചേരികളുടെ വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് അവരുടെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്താൻ ശോഭാ സുരേന്ദ്രനുള്ള കഴിവ് എതിരാളികൾ പോലും നിശബ്ദമായി അംഗീകരിക്കുന്ന വസ്തുതയാണ്. കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ അരങ്ങേറിയ അടിയൊഴുക്കുകൾ ഇക്കുറി ആലപ്പുഴയിലും അരങ്ങേറുമോ എന്ന് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്.